മുഖ്യമന്ത്രി സമരഗേറ്റിന് സമീപം തൈ നട്ടു. നാടാകെ വളരും ഇനി മുത്തശ്ശിമാവ്. രാഷ്ട്രീയം ഓടാൻ തുടങ്ങി എൻ്റെ അകത്ത്. നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, റെസിഡൻസിൻ്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇടാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ ഇപ്പോൾ ഇവിടെ ചിലർ ഇതിൻ്റെ അകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ലിങ്കൊക്കെ ഇട്ടുണ്ട്. അത് ശരിയില്ല, അത് നടക്കില്ല ഇവിടെ. അപ്പോൾ എന്താണെന്ന് വേണ്ട വെച്ചാൽ അത് ഇട്ടവർ അത് ഡിലീറ്റ് ചെയ്യാണ് നല്ലത്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ മൊയ്തുവാണ്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഇതാരപ്പ ഈ ചിലര് ഞാൻ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഇപ്പൊ ഈ പറഞ്ഞത് ഞാനൊരു നന്മ കണ്ടിട്ട് ഇട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയം പാർട്ടി എന്തോന്ന് വെച്ചിട്ടൊന്നും ഇട്ടതെന്നല്ലേ. ഓരോരുത്തരും നല്ല ചെയ്യുമ്പോ അത് ആൾക്കാരെ അറിയണോ, അതിന് വേണ്ടിട്ട് തന്നെ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയം പറയരുത്, എവിടെയും ഉണ്ടായിരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇപ്പൊ ഇത് പറയല്? ഇതിനൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാൻ വേണ്ടിട്ട് തന്നെയാണ്. അത് താല്പര്യമുള്ളവര് കണ്ടാതീന്നേ, അല്ലാത്തൊരു കേക്കാൻ കണ്ടപ്പത് അത്ര ഉള്ളപ്പോ എന്റെ സംഭവം ഒക്കെ അപ്പ കൊടുത്തില്ലെങ്കിൽ ആ കോയ അന്നത്തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അന്നെ തന്നെയാണ്. അയ്യ നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ. രാഷ്ട്രീയം ഇടാൻ പാടില്ല എന്നാൽ രാഷ്ട്രീയം ഇടരുത്. ഇപ്പൊ പറഞ്ഞില്ല എന്തോ നല്ല കാര്യം എൻ്റെ പാർട്ടി ചെയ്തെന്ന്. എടോ നമ്മളെ പാർട്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യണ്ടോ, അതൊന്നും നമ്മൾ ഇട്ടില്ലല്ലോ എൻ്റെ അകത്ത്. ഞാൻ എന്താ ഇടാത്തത്? നമ്മൾ ഇതിൽ നിന്ന് നിയമം തെറ്റിക്കാൻ പാടില്ല. വല്ലാണ്ട് ആണാവണ്ട. എൻ്റെ പാർട്ടി മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും എനിക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഗ്രൂപ്പിൽ ഇപ്പൊ ഈ പാർട്ടി പറഞ്ഞപ്പോ രാഘവേട്ടനും മണ്ടോതിനും കൂടിയിട്ട് പൂത്തിരുന്ന് പാട്ടോടായിരുന്നേ. അതൊരാൾക്കും കുഴപ്പമില്ല. ഒരു നല്ല കാര്യം ആൾക്കാരെ അറിയിക്കാന്ന് അതിനാണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ വിഷമം. നിങ്ങളൊരു വലിയ പാർട്ടിക്കാരൻ മതകാർന്ന് വെക്കാറേ. കോയാ ഇജ്ജ് വല്ലാണ്ട് ചിലക്കണ്ടാ കേട്ടോ. ഇജ്ജിപ്പോ ഒരു വർത്താനം പറഞ്ഞല്ലോ, രാഘവേട്ടനും മണ്ടോതിനും പാടിയെന്ന്. അത് പാട്ടാണ്, അത് സഹിക്കാൻ വെക്ക്. ഇത് രാഷ്ട്രീയമാണ്, ഇത് സഹിക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ അകത്ത് കൂട്ടിക്കൊയക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അനക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഡിലീറ്റ് ചെയ്യാം. നീ ഈ ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ അന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ അഡ്മിനായിട്ട് സംസാരിച്ചോളാം. നമുക്ക് കാണാ കള്ള ചോറെ വെച്ച് പോടുന്നു. കള്ള നയിച്ച ആരാന്ന് എന്റെ വിചാരം. ഈ കാറിന് പോയക്കട കള്ള നായി ഹാമുക്കെ ബേജാലെ അന്നെ പോലെ ഒരുത്ത ഈ ഗ്രൂപ്പിൽ വന്നാൽ തന്നെ ഈ കുത്തിത്തിരിപ്പുണ്ടാവും. ഇവിടെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? നിന്നെ പുറത്താക്കാൻ മാത്രം ഈ ആരാണ് കള്ള നായി പോയിക്കാർന്ന് ഹാമുക്കച്ച് എന്നോട് വർത്താനം പറയാണ്ട്. ഓ ചേലക്കാൻ നിൽക്കണെങ്കിൽ ഈ വേറെ ആരെങ്കിലും നോക്കണോക്ക് എന്നെ പുറത്താക്കണ്. ആ ഇത് പുറത്താക്കിയാ ഞാനങ്ങനെ പുറത്തേക്കാവുകയാണ്. കള്ള നായി. എടാ കോയ നാറിയെ ചെറ്റേ, ഇജ്ജ് വല്ലാണ്ട് ചിലക്കണ്ട സൂറേ. എടാ എൻ്റെ പഴയ കഥകളൊക്കെ ഞാൻ എടുത്ത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാണ്ടല്ലോ. ഇജ്ജ് നാറു ഈ കള്ള സൂറേ. ഇജ്ജ് ചീഞ്ഞതാണ്ട. അന്ന ഞങ്ങൾ ഇല്ലാത്തടത്ത് ഒഴിവാക്കും. ഈ ഒഴിവാക്കിയാൽ ഈ ഗ്രൂപ്പ് നന്നാവും, ഈ റെസിഡൻസും നന്നാവും. പോടാ അവിടുന്ന് കള്ളാക്കി മാറേ. ഓട കള്ള ബെജാല് ജിജ ആരാളാ ഇജി? ഓ ഇജി ചീഞ്ഞാൻ്റെ അടുത്ത് കളയല്. ചീഞ്ഞാൻ്റെ അങ്ങനത്തെ ഈ ചാണാക്കുയ്യാണ് ഇജി. ഇന്ന ചീഞ്ഞ പറയണ്. ഈ ആരെ ചരിത്രം പറയുന്നത്? ഈ ചരിത്രം അങ്ങോട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളമ്പി തരും എനിക്ക്. മൊയ്തു കോയ, നിങ്ങളോട് രണ്ടുപേരും സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, വാക്കുകൾ കുറച്ചുകൂടെ സഭ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലും എനിക്ക് നടപടി കൈക്കൊള്ളേണ്ടി വരും. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനകത്ത് രാഷ്ട്രീയം പറയരുതെന്ന്. കോയക്കുള്ള പണി ഞാൻ പശുമ്പാലിന് ഞാൻ കൊടുക്കും, അത് ഉറപ്പാണ്. അതുപോലെ മണ്ടോതിരിയുടെ കാര്യത്തിൽ മണ്ടോതിരിയുടെ വായ ഒന്ന് മൂടിക്കെട്ടണോ. ഇനി മണ്ടോതിരി പാടണ്ട. നിങ്ങൾ അഡ്മിനാന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്നോളി. ഗ്രൂപ്പിലെ വിശേഷമൊക്കെ അറിഞ്ഞില്ല നിങ്ങൾ? എൻ്റെ മൊയ്തു രണ്ട് കൈ മുട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ഇന്നെ വല്ലാണ്ട് നിങ്ങൾ അസഭ്യത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ എന്താ അസഭ്യം പറഞ്ഞേ? കോയല്ല അസഭ്യം പറഞ്ഞേ. ഓരോടാ പറഞ്ഞേ. എന്റെ പേര് നിങ്ങൾ പരാമർശിക്കേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ രണ്ടാളും കണക്ക് തന്നെ. എന്ത് കണക്ക്? ഒലക്കമല വർത്താനല്ലോ പറയണത്. നിങ്ങൾ നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ തീരുമാനം എടുത്ത കാര്യമാണ് ഈ രാഷ്ട്രീയം നമ്മൾ ഗ്രൂപ്പിൽ പാടില്ലാന്ന്. അപ്പോൾ ആ ലിങ്ക് ഇട്ട് എന്തിനാ? അതെ,
ഇതിനുള്ള വഴി എന്താ ഞാൻ ആ കണ്ടു വഴി കണ്ടുപിടിക്കണം. ഞാൻ പരിഹാരം ഓരോ ഒഴിവാക്ക് അത്ര വേണ്ടുള്ളൂ. ആകുന്നില്ല. ആ ഗ്രൂപ്പിൽ വേണ്ട. ഞാൻ ഒരു മെസ്സേജ് ഇട്ടോണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഇടി. ആ കള്ളമായി അന്റെ മൂട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും. കള്ള വെച്ചാലേ എന്താ മനസ്സിലാക്കിയത്? ഇനി ഒരു വാർത്താനം പറഞ്ഞെങ്കിൽ അന്റെ കൂടുമ്പോ കയറി ഞാൻ തല്ലു. അറിയാൻ ഈ ആരോടെ ചലക്കണ ചേർത്തിട്ട് അന്യം തല്ലു. ഈ ഗ്രൂപ്പ് അഡ്മിനും തല്ലു, സകലത്തിനും തല്ലി കൊല്ലു ഞാൻ വെച്ചാലേ. എന്നോട് സംസാരിക്കാന്ന് നടിക്കില്ല കള്ളമായി. കണ്ടോ അവന്റെ സ്വഭാവം? തറ വർത്താനല്ലോ പറയണേ. മതി മതി അല്ലേ? എനിക്കറിയാം. തല്ലാനാണ് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാട്ടോ. ഞാൻ പ്രാന്തരിപ്പിക്കല്ലേ? പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കേൾക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്ന വോയിസ്. ഈ വരുന്ന ബുധനാഴ്ച 4 മണിക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കൃത്യമായിട്ടും അതിൽ പങ്കെടുക്കണം. വളരെ ഗൗരവമായ കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് എത്തണം. ബുധനാഴ്ചക്ക് വെച്ച് കാര്യമുണ്ടോ? തനിക്ക് തന്നെ പോലെ ജോലിയും കൂലി ഇല്ലാതിരിക്കണം അല്ലേ? എനിക്ക് കടയിൽ ആളെ ഏർപ്പാടാക്കിയിട്ട് വേണം എനിക്ക് വരാൻ. സത്യശീലൻ ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾക്ക് വരാൻ പറ്റൂ. ഇനി ഈ ബുധനാഴ്ചയിടയിൽ ഓൻ എന്തൊക്കെ ഇടങ്ങർ ഉണ്ടാക്കും നിങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ തമ്മിൽ ആയിക്കോ. എന്താ നമ്മൾ നിങ്ങൾ അഡ്മിനാണ്. ഒഴിവാക്കാൻ പറ്റൂലേ? മൊയ്തു ഒരു പരിധി വരെയാണ് രാഘവേട്ടന്റെ വിഷയം ഒന്ന് സോൾവ് ചെയ്തത്. അതിനിടയ്ക്ക് അടുത്ത തലവേദനയും കൊണ്ട് വന്നേക്കാം. രാഘവേട്ടെ വയസ്സാകാലത്ത് അയാൾക്കൊക്കെ ഗ്രൂപ്പ് തുടങ്ങിയത് ഇത്തരം തലവേദന ഒന്നും ഞാൻ വിചാരിച്ചില്ല. മനുഷ്യരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കണം എല്ലാം കൂടി. ഈ തക്കാളി പെട്ടിയിലൊക്കെ ഉണ്ടല്ലോ, ഒരു തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തക്കാളിനൊക്കെ ബാധിക്കും. അപ്പൊ ആ തക്കാളി എടുത്തോണ്ട് കളയാ. ഇതിപ്പോ 2 ചീഞ്ഞ എടുത്ത് കളഞ്ഞ പ്രശ്നമൊക്കെ അപ്പൊ ഒന്നിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആണ് തന്നെ കാണാൻ പറ്റും. പറഞ്ഞാൽ ഒന്നീ മനസ്സിലാവണം. ആയിക്കോട്ടെ. എന്താ വേണം? വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇങ്ങനെയുള്ള കുറെ എണ്ണം ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് ഇതുപോലെ കുറെ എണ്ണം. ബന്ധുവാര് ശത്രുവാര് അറിയില്ല കള്ള നായിക്ക് ധാരപ്പത് എന്താ ഓൾക്ക് പറയാളോ ഇനിയിപ്പോ. ബന്ധുവാര് എന്റെ വാപ്പ എന്തിനു നിങ്ങൾ ഇങ്ങനെ ലഹള വിടുന്നു? അയ്യോ കുട്ടികളെ മാതിരി. അയ്യോ നമ്മളെപ്പം കാണേണ്ടവരല്ലേ? ഇതാ ഞാൻ നിങ്ങളെ ഈ ചൂട് തണുപ്പിക്കാനൊരു കവിത പാടാം, എൻ്റെ സ്വന്തം കവിത. ആരു നീ ആരാമത്തിൽ അജ്ഞാതമേതോ നാമം ചൂടുവാൻ നിനക്കില്ല സൗവർണ കാന്തി സൂനം. നിൻസഹയാത്രികരായി വന്നവരൊക്കെ വീണു മണ്ണടിഞ്ഞിതാ മുന്നിൽ കൂമ്പാരമായി നിൽക്കൂ. ഈ ചൈത്ര രജനിയും കുഞ്ഞിളങ്കാറ്റും വീണു മർമരമുതിർക്കുന്ന ചന്ദന പൊയ്ക തന്നിൽ ചിറ്റോളം വിടർത്തിയ ലോലമാമുകൂളത്തിൻ ജനനം ക്ഷണീകമാണതുപോൽ മരണവും. ചങ്ങായി വയസ്സാകാലത്ത് എന്താ മറിമായം